കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണയും ഇരുട്ടടി. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 40,000 രൂപ അധികമായി നൽകണം. നിരക്ക് കുറയ്ക്കാൻ ഇടപെടൽ നടത്തുമെന്നായിരുന്നു 24 വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്ന തീർത്ഥാടകർക്ക് ഇത്തവണയും കൈ പൊള്ളും. കൊച്ചിയിൽ നിന്ന് 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയും നിരക്കുള്ളപ്പോൾ കരിപ്പൂരിൽ നിന്ന് ഈടാക്കുന്നത് 1,25,000 രൂപ. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികമായി നൽകണം. നിരക്ക് കുറയ്ക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. ഹജ്ജിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ മൈനോറിറ്റി അഫേഴ്സ് മിനിസ്റ്റർക്കും കൂട്ടത്തിൽ നമ്മുടെ എയർ ഇന്ത്യ MD-ക്കും ഒക്കെ കത്തയച്ചതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും ഇന്നലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇതിൽ എന്തായാലും ഒരു റിവ്യൂ ആവശ്യമാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്നതും കരിപ്പൂർ വഴിയാണ്. 5,755 പേർ. കണ്ണൂരിൽ നിന്ന് 4,026 പേരും കൊച്ചിയിൽ നിന്ന് 5,422 പേരുമാണ് ഹജ്ജിനായി പോകുന്നത്. കരിപ്പൂരിൽ നിന്നുള്ള 2024 ഹജ്ജ് യാത്രാ നിരക്ക് 1,65,000 രൂപയായിരുന്നു ആദ്യം. നിരക്ക് കുറക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 1,27,000 ആക്കിയിരുന്നു. സ്വകാര്യ ഏജൻസിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് പോകാൻ ശേഷിയില്ലാത്തവരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. 24 തിരൂർ.